പച്ചക്കായ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മുളക് പുഷ്യത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ എളുപ്പത്തിനുണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നല്ല എളുപ്പമാണ്. ഇതിനായിട്ട് ഒരു 6-7 ഉള്ളിയും ഒരു കായും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന പൊന്തങ്കായാണ്. ശരിക്കും ഇത് നേന്ത്രക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. വെന്തുടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഏതെനം കായ എടുത്താലും ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ചതച്ച മുളകാണ്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് നമുക്ക് ചതച്ചിടാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു കായല്ലേ, അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് വരെ നമുക്ക് അതിനകത്തിടാം. ഇനി ഈ കായയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാവേ. ഈ അവിടെ ഇവിടെയൊക്കെ തൊലി കറുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തൊലി കളയുന്നത്. നേന്ത്രക്കായ എടുക്കുന്നതെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല. നല്ല നേന്ത്രക്കായ ആണെങ്കിൽ 2 സൈഡും ഒന്ന് ചെത്തി കളഞ്ഞിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണേ. ഏത്തക്കായ എടുക്കുന്നെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതിയേ. ഇനി ഏത്തക്കായ എടുക്കുന്നെങ്കിൽ അത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഈ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ കറി വെക്കാനായിട്ട് പ്രത്യേകിച്ച് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ അരയ്ക്കുകയും വേണ്ട, എളുപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ കായെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് മെയിനായിട്ടുള്ള എരിവെന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന കുരുമുളകാണ്. ഉള്ളി ഇതുപോലെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നത്. കൂടുതൽ ഉള്ളി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു ചെറിയ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. ഉള്ളി ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. കുരുമുളക് ചതച്ച് തന്നെ ഇടണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുരുമുളക് പൊടി ഇടരുത്. ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് പൊടിക്കണ്ട. ഇതിൻ്റെ തരികൾ കറിക്കകത്ത് കാണാൻ പാകത്തിനുണ്ടായിരിക്കണം, അതുപോലെ ഒന്ന് ചതച്ചാൽ മതി. ഇനി ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച് ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ കറി വെക്കാറുണ്ടോ? ഞാൻ വെക്കുന്ന പോലെ തന്നെയാണോ ഇത് വെക്കുന്നതെന്ന് പറയണേ. ഇനി ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. പിന്നെ ഇതിനകത്ത് മുളക് പൊടി ചേർക്കരുതേ. ചതച്ച മുളക് കയ്യിലില്ലെങ്കിൽ 2 മുളക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ കറി ഉണ്ടല്ലോ, നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണം എന്നില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് 4 മണിക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉള്ളി ഇപ്പം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആയാൽ മതി. ഉള്ളി ഒരുപാട് ഫ്രൈ ആകാൻ നിൽക്കണ്ട. ചതച്ച മുളക് ആദ്യം തന്നെ ഇടണ്ട, അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ ഉള്ളി വഴറ്റിയതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം. പകുതി ലാസ്റ്റിൽ ചേർക്കാനായിട്ട്. ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുക്കാം. ഈ വഴറ്റിയ ഉള്ളിയുടെ ഒപ്പം കിടന്ന് വേകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 മുതൽ 3/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കാം. ഏത്തക്കായ വെക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും, അതിന് വേവ് കൂടുതലുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളകിൻ്റെ പകുതി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന കുരുമുളക് ലാസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. മഞ്ഞൾപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കരുത്. മൂടി വെച്ചങ്ങ് വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്, വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ശരിക്കും വെന്തിട്ടില്ലേ, കുറച്ചും കൂടെ വേവുണ്ട്. അപ്പം മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഒന്ന് ഉടച്ചാൽ ഉടയുന്ന രീതിയിൽ വേണം. ഇത് മുഴുവനായിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കില്ല. അപ്പോൾ ആ രീതിയിൽ വേവിച്ചെടുക്കാം. അവിടെ ഒന്നും കൂടെ ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇത് വേകാനായിട്ട് മാക്സിമം ഒരു 4 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ കറി റെഡിയാവും. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഉടയ്ക്കില്ല, കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ബാക്കി അങ്ങ് ചേർക്കാം. കുരുമുളക് ചതച്ച് ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചതച്ച് അവസാനം ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുവേ. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എരിവ് കഴിക്കാൻ പറ്റുന്നവരെ കുരുമുളകിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാവേ. ഈ കറി ഉണ്ടല്ലോ, ഇങ്ങനെ തന്നെ കോരി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പഴയ ഒരു കറിയാണ്, എളുപ്പമാണ് വെക്കാനായിട്ട്. അരയ്ക്കുകയും വേണ്ട, തേങ്ങ ചിരണ്ടണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്